വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയിന്നിപ്പോ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. 14 ദിവസമായിട്ട് ഒറ്റ ദുശകനങ്ങളും ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പൂമാല ഭുവനപ്പന് തന്നെ. പൂമാല ഇടാൻ വരട്ടെ. ഇപ്പൊ 23 കോലയായുള്ളു. 45ാമത്തെ കോല ആകട്ടെ, അപ്പൊ കാണാം. 45ാമത്തെ കോലിലാ ചതിയിരിക്കുന്നേ. എന്റെ ഈശ്വര, എന്താ എന്താ ശബ്ദം കേട്ടെ? എന്താണ്? എന്താ? ആ തൊട്ടിയം തലയ്ക്കട്ടെ. പിടിക്കണോ? എന്താടാ? എന്ത് പറ്റിയടാ? എന്താ എന്ത് പറ്റിയടാ പ്രേമ? എന്താ എന്താ ഉണ്ടേ? പാറ താഴെ ഞങ്ങോട്ട് മുഴുവൻ പാറയാ. എന്താ എന്ത് പറ്റി? ഏ പാറയോ? ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഒന്നും. പണ്ടത്തെ ഭൂമിയൊലുക്കത്തില് എങ്ങനെയോ വന്ന് ഉറച്ചുപോയി പാറയത്. ആ പാറയാ അന്നത്തെ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത്, സ്വപ്ന ഭൂമിയെ രക്ഷിച്ചത്. അതിഞ്ഞ് പൊളിക്കാൻ പറ്റില്ല. പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണിടിച്ചിലുണ്ടായേക്കാം. എങ്ങനെ പറ്റി എനിക്ക് തെറ്റ്? പൂജാമന്ത്രങ്ങൾക്ക് തെറ്റി, വേദപുസ്തകത്തിന് തെറ്റി, പണിയായുധങ്ങൾക്കും പെലുവാ പക്ഷിക്കും തെറ്റി. ഈ മേസ്ത്രിയുടെ കാലും കൈയും തല്ലി ഓടിച്ച കിണറ്റിനകത്തിട്ട് മൂടുകയാ വേണ്ടത്. എത്ര പ്രാവശ്യം പറഞ്ഞു വേറെ സ്ഥാനം കണ്ടുപിടിക്കാൻ. ഇപ്പോഴെന്തായി? ഇയാളുടെ ശാസ്ത്രവും ആചാരവും ഒക്കെ പഠിച്ചില്ലേ? കില്ലാടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കും തെറ്റുപറ്റിയില്ലേ? ഉടുക്ക് ശകുനം പറഞ്ഞു, ദൈവ നിമിത്തമായിട്ട് വന്നു, പാരമ്പര്യം അനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു. പക്ഷേ മണ്ണിനടിയിൽ ഇങ്ങനെ ചതിയുള്ളത് ആരറിഞ്ഞു? അറിയണല്ലോ. വേറെ ആരറിഞ്ഞില്ലെങ്കിലും കിണറുകുഴിയുടെ സകലമാന ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനറിയണമല്ലോ. നിങ്ങൾ എന്ത് വർത്താനാണോ പറയുന്നത്? ഇവനെന്താ ശ്രമിക്കാൻ ചേട്ടാ? നിങ്ങൾക്കൊക്കെ വല്ല നഷ്ടം വന്നോ? അധ്വാനം നഷ്ടം വന്നോ? കാശ് നഷ്ടം വന്നോ? പിന്നെ കുറെ അഭിപ്രായങ്ങൾ. അത്ര വലിയ തന്നുണ്ടെങ്കിലേ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ പാറയെ കൊണ്ട് കടിച്ചു മുറിച്ചാളി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി വെറുതെ സമയം കളയാതെ വേറെ വല്ല മാർഗം ഉണ്ടോ നോക്ക്. രണ്ട് മാർഗങ്ങളെ തോന്നുന്നുള്ളൂ. ഒന്നെങ്കിൽ അയൽ ഗ്രാമങ്ങൾ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നേക്കുമായി യാത്ര പറയുക. അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണയിച്ച് മറ്റൊരു കിണർ പണിയുക.
ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ്, ഞങ്ങളുടെ സ്വർഗം. ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം പഞ്ചഭൂതങ്ങളാണ്. പ്രാർത്ഥനയേ ഉള്ളൂ, ആരാധനയില്ല. മതങ്ങളില്ല, വിശ്വാസങ്ങളേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണിയിലെ വെള്ളം, ഒരേ കലവറയിലെ ഭക്ഷണം. ഇവിടെ കളവില്ല, ചതിവില്ല, ശത്രുതയില്ല, രോഗങ്ങളുമില്ല. ഈ ജീവിത രീതിയുമായി ചേർന്നു പോയി ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പാർക്കാനാവില്ല. ശ്വാസം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണുകയാണ് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം. വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല. അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല. ഈ സ്വപ്ന മുമ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, ആ പാറയ്ക്കടിയില്. ആ പാറ പൊട്ടിക്കണം. അത് ഞാൻ പൊട്ടിക്കും. അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക. എപ്പോ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. കഴിയുന്നത്ര നേരത്തെ വരാം. എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം. ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി. എനിക്ക് കുറച്ച് പണം വേണം. പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല, വെറുതെ വന്നേ ഉള്ളൂ. എന്താ കാര്യമെന്ന് വെച്ചാ പറഞ്ഞോളൂ. അന്നെന്നെ കളിയാക്കിയില്ലേ? കിണറ് കുത്തി ചെന്ന് ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ എന്റെ തലയിലോട്ട് വെച്ച് തരൂന്ന്. ആ കുടം വെള്ളം എനിക്ക് വേണം. തരുവോ? പറ. തരാം. പക്ഷേ സ്വപ്നഭൂമിയിലെ ദേവിയെ പകരം എനിക്ക് തന്നേക്കണം. എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം. ഒന്ന് സഹായിച്ചു കൊടുക്കും. കുറച്ച് രൂപ കൂടി വേണം. വണ്ടിക്കന്നെ കൊടുത്താൽ മതി. ആരവിടെ? ഒന്ന് മാറി വാസുണ്ണ. എന്തത്? പന്ത്. ഇത് ബോംബാ. എന്താ പറയുമ്പോ ഇതൊക്കെ? ഇത് വെടിമരുന്ന്, കരിമരുന്ന്, പെട്രോള്. അയ്യോ, പൂർവിക തൊഴിലിലും വേദപുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഇതൊക്കെ. വേദപുരം കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കില് അല്ലെങ്കിൽ നേട്ടം. ഇനി ഇതേ ഉള്ളൊരു മാർഗം. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുമാ. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്ധമായിട്ടങ്ങോട്ട് ചെയ്യാ. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. സ്വപ്നഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക്? എന്റെ ജോലി എന്താ? പറ. പറഞ്ഞല്ലോ, അനുഗ്രഹിച്ചാ മതി. അറിയാലോ, സ്വപ്നഭൂമിയിലെ ചില രീതികളൊക്കെ ഉണ്ടെന്ന്. ഞാനായിട്ട് അതിനൊരു മാറ്റവും വരുത്തില്ല, ഒരിക്കലും. എന്താ പ്രേമ അവളെന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? പാറ പൊട്ടിക്കുന്ന പണി അപകടമായതുകൊണ്ട് ദേവേന ഇനി പണിക്ക് വരുന്നില്ലാന്ന്. പോകാൻ പറയണേ. അവളിരിക്കണേ, നിനക്ക് ഞാനുണ്ട്. ഞാൻ വാ. വാ.